എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടി വി എസിൻ്റെ സ്പോർട്ട് 110cc ഏറ്റവും പുതിയ വണ്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടി വി എസ് മോട്ടോർ സൈക്കിൾ റേഞ്ചിൽ തന്നെ ഏറ്റവും അധികം മൈലേജ് നൽകുന്ന വണ്ടികളൊന്നാണ് നമ്മുടെ ടി വി എസ് സ്പോർട്ട് 110. ഇത് 110cc വരുന്ന വണ്ടിയാണ്. നമുക്കൊരു 80 to 85 1 ലിറ്റർ പെട്രോളിൽ മൈലേജ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അവർ അത് എയർ സർട്ടിഫിക്കറ്റ് ഒക്കെ 110 കിലോമീറ്ററൊക്കെ കാണിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു 80-85 കിലോമീറ്റർ നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ നിന്ന് മൈലേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്യൂർലി മൈലേജ് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ സ്വിഗ്ഗി ഓടുന്ന അല്ലെങ്കിൽ ഡെയിലി നല്ല ദൂരം ജോലിക്ക് പോകുന്ന ആൾക്കാർ, വർക്കിന് പോകുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ഒരു എടുത്ത് പറയാവുന്ന നല്ലൊരു ചോയ്സാണ് നമ്മുടെ ടി വി എസിൻ്റെ സ്പോർട്ട് 110cc വരുന്ന ഈ മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഓൺ റോഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തുതരാം. വീഡിയോ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അവസാനം വരെ കാണുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമുക്ക് ഫ്രണ്ട് പോർഷനിൽ തുടങ്ങാം. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോഴത്തേനും നല്ല ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള അടിപൊളി വൈസറാണ്, സൺവൈസർ വരുന്നുണ്ട്. അതിൽ ടി വി എസിൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. സ്പോർട്ട് 110cc നോർമലി 12 വോൾട്ടിൻ്റെ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വൈസറിന് ചുറ്റുമായിട്ട് ഒരു സ്പോർട്ടി ഗ്രാഫിക്സ് കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ തന്നെ ഇൻഡിക്കേറ്റർ ബൾബ് വരുന്നുണ്ട്. അത് ക്ലിയർ ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിലും യെല്ലോ കളറിലുള്ള ലൈറ്റ് ആയിരിക്കും നമുക്ക് എമിറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അത് മൂവബിൾ അല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ബോഡി കളറായിരിക്കും നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് മഡ് ഗാർഡ് ലഭിക്കുന്നത്. ഈ വണ്ടി വരുമ്പോൾ ഇത് മെറൂൺ കളറായതുകൊണ്ട് നമുക്ക് ഗ്ലോസി കളറിൽ വരുന്നുണ്ട്. പിന്നെ ബാക്ക് പോർഷൻ വരുമ്പോൾ എപ്പോഴും മാറ്റ് ബ്ലാക്ക് കളറായിരിക്കും. മഡ് ഗാർഡിൽ ഇൻറ്റിഗ്രേറ്റർ ആയിട്ട് നമുക്കൊരു റിഫ്ലക്റ്റ് ലഭിക്കുന്നു. ഫ്രണ്ട് ഓയിൽ ഡാമഡ് ആയിട്ടുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. നല്ല ലോങ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അത്യാവശ്യം കുഴിയിലും ഗട്ടറിലൊന്നും ചാടിയാൽ പോലും ഫ്രണ്ട് ഇടിക്കുമെന്നുള്ള സുഖമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. ഫ്രണ്ടിൽ നമുക്ക് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. അലോയ് വീലിൻ്റെ കളർ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീലാണ്. 17 ഇഞ്ച് സൈസാണ് അലോയ് വീലിൻ്റെ നോർമൽ സൈസ് വരുന്നത്. ബാക്കിയെല്ലാം ഈ റേഞ്ചിലെ എല്ലാ വണ്ടികളും 17 തന്നെയാണ് വരുന്നത്. 275 17 ആണ് നമ്മുടെ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത്. ട്യൂബ്ലെസ് ടയർ അല്ല, ട്യൂബ്ഡ് ടയറാണ് വണ്ടിയിൽ വരുന്നത്. ട്യൂബ്ലെസ് ഈ മോഡലിൽ വരുന്നില്ല. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വണ്ടിയുടെ ഓവറോൾ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ബ്രേക്കിങ്ങും, വാഹനത്തിൻ്റെ ഫ്രണ്ട് വരുന്നത് കോമ്പി ബ്രേക്ക് അല്ലെങ്കിൽ സിങ്ക് ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 130mm ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക് ബ്രേക്ക് ഈ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡയമെൻഷനിലേക്ക് കിടക്കാം. വാഹനത്തിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 175 mm. ടോട്ടൽ വെയിറ്റ് വന്നത് വെറും 112 കിലോഗ്രാം മാത്രമേ വരുന്നുള്ളൂ. ലെങ്ത്ത് വരുന്നത് 1950, വിഡ്ത്ത് 705. സീറ്റിൻ്റെ ഹൈറ്റ്, താഴെ നിന്നുള്ള സീറ്റ് ഹൈറ്റ് 790 mm ആണ്. നോർമൽ സീറ്റ് ഹൈറ്റാണ്. അത്യാവശ്യം പൊക്കം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും വണ്ടിമേ കയറി ഇരിക്കാനും ഇറങ്ങാനും വണ്ടി ഓടിച്ച് നടക്കാനും പറ്റും. ആകെ വീൽ ബേസ് പറഞ്ഞാൽ 1236 mm ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണെന്ന് നമുക്ക് ഈ ടോട്ടൽ വീൽ ബേസിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സ്പോർട്ടി ലുക്ക് വരുന്നൊരു വാഹനമാണ്. ടി വി എസിൻ്റെ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം മെയിൻ്റനൻസും ചീപ്പായിരിക്കും. വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 10 ലിറ്റർ ആണ്. അതുകൂടാതെ ഇതൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഉള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 2 ലിറ്റർ ഫ്യൂൽ വണ്ടിയിൽ എപ്പോഴും കീപ്പ് ചെയ്യണം. ടാങ്കിൻ്റെ രണ്ട് സൈഡിലും ടി വി എസിൻ്റെ 3D ബാഡ്ജിങ് അവൈലബിൾ ആണ്. ബോഡി ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 790 mm ആണ് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ താഴെ നിന്നുള്ള ഹൈറ്റ് വരുന്നത്. നല്ല വലിപ്പമുള്ള അടിപൊളി കുഷനിങ് ഉള്ള സീറ്റാണ് വരുന്നത്. ഒരു വൈറ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. 2 അല്ല 3 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റും. റിയർ സൈഡിൽ സിൽവർ കളറിലുള്ളൊരു റിയർ ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം തന്നെയാണ് ഒരു നോർമൽ ടൈപ്പ് സ്വിച്ചസ് ആണെങ്കിലും വരുന്നത്. പാസ് ബട്ടൺ അവൈലബിൾ ആണ്. ഡിമ്മ് ബ്രൈറ്റ് വരും. അതിൻ്റെ താഴെയുള്ള പോർഷനിൽ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചസും ലൈറ്റിൻ്റെ ഹോണിൻ്റെ സ്വിച്ചസുമാണ് വരുന്നത്. പിന്നെ ബാറിൻ്റെ ഒന്നും ഈ മോഡൽ വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വേറെ മേടിച്ച് നോക്കാം. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു അടിപൊളി ഹാൻഡിലാണ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനു മുന്നേ തന്നെ ഗ്ലോസി കളറായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി ഇതിൽ മിറർ കണക്ട് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി PDA ചെയ്യുമ്പോഴാണ് മിറർ ഓൾറെഡി ഒരു ഫിറ്റ് ചെയ്യുക. പിന്നെ സിമ്പിളായിട്ടുള്ള അനലോഗ് മീറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ മീറ്ററിൽ സ്പീഡും കിലോമീറ്ററും കാണാൻ പറ്റും. റൈറ്റ് സൈഡിലെ മീറ്ററിൽ നമുക്ക് ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷനും, പിന്നെ അതുകൂടാതെ LED ലൈറ്റ്സ്, ന്യൂട്രൽ ലൈറ്റ്, ഡിമ്മ് ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, സൈഡ് സ്റ്റാൻഡ് ഓൺ ആണോ ഓഫ് ആണോ, പവർ, പിന്നെ എഞ്ചിൻ മാൽ ഫങ്ഷൻ, അങ്ങനെയുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും നമുക്ക് റൈറ്റ് സൈഡിൽ കാണിച്ചു തരുന്നത്. ഈ മെയിൻ പാർട്ടിലേക്ക് കിടക്കാം. വാഹനത്തിൻ്റെ എഞ്ചിൻ 109cc ആണ് വാഹനത്തിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരുന്നത്. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന BS6 എയർ കൂൾഡ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനാണ് വണ്ടിയിൽ ലഭിക്കുന്നത്. ഈ വാഹനം നമുക്ക് മാക്സിമം 90 km/h വരെ സ്പീഡിൽ ഓടിക്കാം. മാക്സിമം പവർ കിട്ടുന്നത് 6.3 kW, മാക്സിമം ടോർക്ക് കിട്ടുന്നത് 8.7 Nm ആണ്. ഇത് കവർ ചെയ്യുന്നെങ്കിൽ 7350 RPM വണ്ടി എത്തിയാൽ മാത്രമേ ഇത് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുമ്പോൾ 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. 12 വോൾട്ട് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. സൈഡ് സ്റ്റാൻഡും മെയിൻ സ്റ്റാൻഡും ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡിൻ്റെ എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഫുഡ് റെസ്റ്റും റിയർ സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റുമാണ് ലഭിക്കുന്നത്.
ഫുൾ ക്ലോസ്ഡ് ചെയിൻ കവർ ലഭിക്കുന്നുണ്ട്. അത് മെറ്റീരിയൽ പറയുമ്പോൾ ഫൈബർ മെറ്റീരിയലിലാണ് ചെയിൻ കവർ വരുന്നത്. ഈ റിയർ സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞുതരാം. റിയർ സൈഡ് സസ്പെൻഷൻ വരുന്നത് നമുക്ക് 5 സ്റ്റെപ്പ് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്പ്രിംഗ് ലോഡായുള്ള സസ്പെൻഷനാണ്. നമുക്ക് കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ഇവരുടെ സ്കൂട്ടറുകളിൽ നമുക്ക് കൈ വെച്ച് ആവശ്യം പോലെ റിയർ സൈഡ് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് സാരി ഗാർഡിൻ്റെ സൈഡിലുള്ള ലോങ് ഫുട് റെസ്റ്റും വരുന്നുണ്ട്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ റിയറിൽ നമ്മുടെ ടെയിൽ ലൈറ്റ് വരുന്നത് റെഡ് കളറാണ്. അത് 12 വോൾട്ട് ബൾബിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ റിയർ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും ക്ലിയർ ടൈപ്പാണ്, യെല്ലോ ലൈറ്റാണ് വരുന്നത്. ബാക്ക് സൈഡ് ടയറിനെ കുറിച്ച് പറയുമ്പോൾ ട്യൂബ്ഡ് ടയർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്സ് അവൈലബിൾ ആണ്. ടയർ സൈസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഫ്രണ്ട് 2.75 വന്നപ്പോൾ ബാക്കിൽ 3 വരുന്നുണ്ട്. 3.17 ട്യൂബ്ഡ് ടയറാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അലോയ് വീൽസും ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഇനി എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് തന്നെയാണ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഡ്രൈവ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇത് PD കഴിയാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാതെ ഞാൻ സെപ്പറേറ്റ് വീഡിയോന് വേണ്ടി ചെയ്യാം. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതുകൂടാതെ ഇതിൻ്റെ സൈലൻസറി എന്ന് പറഞ്ഞ സൗണ്ട് നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൈലൻ്റാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ 110 cc വണ്ടി വരുന്നുള്ളൂ. നിങ്ങൾക്കൊരു 80 റേഞ്ചിൽ മൈലേജ് നല്ലപോലെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം റീസെയിൽ വാല്യൂ കിട്ടുന്നൊരു ബ്രാൻഡാണ്. അത്യാവശ്യം മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ സ്പെയർ പാർട്സ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ കൂടുതലും ഷോറൂമിൽ നിന്നായിരിക്കും അവൈലബിൾ ആയിരിക്കുക. ഔട്ട്സൈഡ് സ്പെയർ പാർട്സ്, ടൂ വീലർ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ ഓട്ടോമൊബൈൽ കൂടാതെ ഇപ്പോൾ ഫിനാൻസിങ്, അതുകൂടാതെ ക്രിപ്റ്റോ കറൻസി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽഡ് കാറ്റഗറീസിനെ കുറിച്ചുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.